എല്ലാവർക്കും നമസ്കാരം. ഇന്നത്തെ പരിപാടിയിലേക്ക് എല്ലാവർക്കും സ്വാഗതം. ഇന്ന് 1201 ആണ്ട് വൃശ്ചിക മാസം 2-ാം തീയതി 18/11/2025 പുണ്യകാലമാണ്. സ്വാമിയെ സ്മരിച്ചുകൊണ്ട് നമുക്ക് നമ്മുടെ പരിപാടിയിലേക്ക് കിടക്കാം. സ്വാമിയേ ശരണമയ്യപ്പ, ശബരിമല ശ്രീധർമ്മ ശാസ്താവേ ശരണമയ്യപ്പ, സ്വാമിയേ ശരണമയ്യപ്പ. ഇതാണ് നമ്മുടെ പുണ്യകാലം. നമ്മളെല്ലാവരും വ്രതത്തിലിരിക്കുകയാണ് എന്ന് വിശ്വസിക്കുന്നു. വ്രതം അനുഷ്ഠിച്ച് ശബരിമലയിൽ ദർശനം നടത്തുന്നവർക്ക് എല്ലാവിധ ഐശ്വര്യങ്ങളും ഉണ്ടാകുന്നതാണ്. കെട്ടുകഥകളല്ല, ധാരാളം പേർക്ക് ശബരിമല അയ്യപ്പൻ്റെ അനുഗ്രഹം കൊണ്ട് സന്താന ലബ്ധി, അതേപോലെ സാമ്പത്തിക ക്ലേശത്തിന് പരിഹാരം, ശനിദശയുടെ പരിഹാരം. കാരണം അയ്യപ്പസ്വാമി ശനൈശ്ചരനും കൂടിയാണ്. അതുകൊണ്ട് ശനിദേവൻ്റെ അനുഗ്രഹവുമൊക്കെ ശബരിമലയിൽ പോകുന്നവർക്ക് ലഭിക്കുന്നതാണ്. അതുകൊണ്ട് ഏതെങ്കിലും കാര്യങ്ങൾ നിങ്ങൾക്ക് നടക്കണമെങ്കിൽ തീർച്ചയായും പരീക്ഷിച്ചു നോക്കിക്കോളൂ. ശബരിമലയ്ക്ക് കെട്ട് നിറച്ചു പോയാൽ ആ കാര്യം നിങ്ങൾക്ക് സഫലീകരിക്കുന്നതാണ്. നമുക്കിന്ന് മേട രാശിക്കാരുടെ ഫലം പരിശോധിച്ച് നോക്കാം. മേടക്കൂറിൽ വരുന്ന നക്ഷത്രങ്ങളാണല്ലോ അശ്വതിയും ഭരണിയും കാർത്തികകാലും. ഈ നക്ഷത്രക്കാർക്ക് അല്ലെങ്കിൽ കൂറുകാർക്ക് ഇന്നത്തെ ദിവസം വളരെ അനുകൂലമായൊരു ദിവസമായിരിക്കും. ധാരാളം പരീക്ഷണങ്ങൾ തരണം ചെയ്ത് എത്തിയിരിക്കുന്ന ഒരു സംരംഭം വളരെ വിജയകരമായി പൂർത്തിയാക്കാൻ സാധിക്കും. എന്നാൽ നമ്മൾ കടപ്പെട്ടിരിക്കുന്ന ആൾക്കാർ നമുക്ക് വല്ലവർക്കുമൊക്കെ കടം വാങ്ങിച്ചിട്ട് കൊടുക്കാത്തതുണ്ടെങ്കിൽ തീർച്ചയായും അതിനെ ചൊല്ലി വലിയ കേസോ ബഹളമോ ഒക്കെ ഉണ്ടാകാനായിട്ട് സാധ്യതയുണ്ട്. ആ കാര്യത്തിൽ ശ്രദ്ധിക്കുക. എപ്പോഴും നമ്മൾ കടം വാങ്ങിക്കുമ്പോൾ തിരിച്ചിത് കൊടുക്കാൻ പറ്റുമോ എന്നുകൂടി ആലോചിച്ചിട്ട് വേണം കടം വാങ്ങാൻ. അല്ലാത്ത പക്ഷം ഉള്ളതുകൊണ്ട് ഒതുങ്ങിക്കഴിയാനായിട്ട് എല്ലാവരും പഠിക്കണം എന്നതാണ് എൻ്റെ അഭിപ്രായം. അതേപോലെ ദീർഘയാത്രയ്ക്കുള്ള ഒരു സാധ്യത തെളിഞ്ഞു വരുന്നു. സന്താനങ്ങളുടെ ഉന്നമനത്തിനുള്ള ഒരു സാഹചര്യം തെളിഞ്ഞു വരുന്നു. സ്വന്തമായി ബിസിനസ് ചെയ്യുന്നവർക്ക് ഇന്നത്തെ ദിവസം വളരെ അനുകൂലമായി കാണുന്നു. സ്പോർട്സുകാർക്ക് ഇന്നത്തെ ദിവസം വളരെ അനുകൂലമായി കാണുന്നു. ശാരീരികമായി ക്ലേശങ്ങൾ അനുഭവിക്കുന്നവർക്ക് ഇന്നത്തെ ദിവസം വളരെ ആശ്വാസപ്രദമാണ്. മാതാപിതാക്കളിൽ ആർക്കെങ്കിലും അസുഖം വന്നിട്ട് മനപ്രയാസം ഉണ്ടാകാൻ ഉച്ചയ്ക്ക് ശേഷം സാധ്യതയുണ്ട്. സാമ്പത്തികമായ കാര്യങ്ങളിൽ വളരെ ഒരു അടുക്കും ചിട്ടയും ഒക്കെ വരുത്തേണ്ടത് അത്യാവശ്യമാണ്. സാമ്പത്തികമായ കാര്യങ്ങൾ ശ്രദ്ധയോടുകൂടി കൈകാര്യം ചെയ്താൽ ഭാവിയിൽ ദുഃഖിക്കേണ്ടി വരികയില്ല. വാഹനാദികൾ ഓടിക്കുമ്പോൾ വളരെയധികം ശ്രദ്ധിക്കുക. കാരണം 12-ലാണ് ശനി നിൽക്കുന്നത്. 7.5 ശനി തുടങ്ങിക്കഴിഞ്ഞു. വ്യാഴത്തിൻ്റെ ക്ഷേത്രത്തിലാണ് ശനി നിൽക്കുന്നതെന്നുള്ളത് ചില ആനുകൂല്യങ്ങളൊക്കെ ഉണ്ടെങ്കിൽ പോലും 7.5 ശനി വരുമ്പോൾ 3 വീഴ്ച ഉറപ്പാണ്. ശനിയുടെ ആദ്യ പകുതിയിൽ അത് നമ്മുടെ ശിരസിനെയും മറ്റും ബാധിക്കും. പിന്നീട് ജന്മശനി നമ്മുടെ നട്ടെല്ലിനെയും മറ്റും ബാധിക്കുന്ന അപകടങ്ങളുണ്ടാകാം. അതേ പിന്നീട് നമ്മുടെ അരയ്ക്ക് കീഴ്പോട്ടുള്ള ഭാഗങ്ങൾ, കാല്, പാദം ഇങ്ങനെയുള്ള ഭാഗങ്ങൾക്ക് ക്ഷതം വരുന്ന ഒരു വീഴ്ച. ഇങ്ങനെ 3 വീഴ്ചകൾ ഉണ്ടാക്കുന്ന ഒരു ഘടകമാണ് 7.5 ശനി. അതുകൊണ്ട് എപ്പോഴും അഹങ്കാരമെല്ലാം കളഞ്ഞ് നമ്മൾ വണ്ടി ഓടിക്കുമ്പോൾ വളരെ ശ്രദ്ധിക്കുക. മനസ്സ് കോൺസെൻട്രേറ്റ് ചെയ്യുക. ഫോൺ എടുത്തുകൊണ്ട് സംസാരിച്ചുകൊണ്ട് വണ്ടി ഓടിക്കാതെ ഇരിക്കുക. പുതിയ കാഴ്ചകൾ കാണാൻ അശ്രദ്ധയോടെ തിരക്കുള്ള സ്ഥലത്ത് നോക്കി നിൽക്കാതിരിക്കുക. ഇങ്ങനെയുള്ള കാര്യങ്ങളൊക്കെ നിങ്ങൾ വളരെയധികം ശ്രദ്ധിക്കേണ്ടതാണ്. അതൊഴിച്ചാൽ വേറെ പ്രശ്നങ്ങളൊന്നും കാണുന്നില്ല. ബിസിനസ്സെല്ലാം മുൻപോട്ട് പോകുന്നതായി കാണുന്നു. സന്താനങ്ങളെക്കുറിച്ചുള്ള ആശങ്കകളും ആകാംക്ഷകളുമൊക്കെ നമുക്ക് ആശ്വാസപ്രദമായ രീതിയിൽ അവസാനിക്കുന്നതാണ്. ദീർഘായുസ്സോടുകൂടി ദീർഘകാലം ഇരിക്കുവാനുള്ള സാഹചര്യം ഒത്തുവരുന്ന ചില ആരോഗ്യകരമായ കാര്യങ്ങളിൽ ഇടപെടാൻ സാധ്യതയുണ്ട്. അതിന് ഉദാഹരണമായി ചില ഡയറ്റിങ്ങോ അല്ലെങ്കിൽ പ്രകൃതി ചികിത്സയിലോ ഒക്കെ മുഴുകാനായിട്ട് സാധ്യതയുണ്ട്. ഉള്ള അസുഖങ്ങളൊക്കെ ശമിക്കാനായിട്ടുള്ളൊരു വഴി തെളിഞ്ഞു വരുന്നതായിട്ട് കാണുന്നു. പങ്കാളിയുടെ ആരോഗ്യസ്ഥിതിയിലും അത്തരത്തിലൊരു നല്ല ചികിത്സാ രീതി ലഭിക്കുന്നതോർത്ത് സമാധാനം ഉണ്ടാകാൻ സാധ്യതയുണ്ട്. ദീർഘയാത്രയ്ക്ക് ഒരുങ്ങുന്നവർക്ക് അത്ര അനുകൂലമായ ഒരു ദിവസമായിരിക്കുകയില്ല ഇന്ന്. ചില പണി തുടങ്ങാൻ, കെട്ടിട പണി നിർമ്മാണമൊക്കെ തുടങ്ങാൻ ആരംഭിക്കുന്നവർക്ക് നല്ല ഒരു ദിവസമായിരിക്കും. എന്നാൽ ഭരണി നക്ഷത്രക്കാർക്ക് കുറച്ച് കഷ്ടപ്പാടുകൾ കൂടുതലാണ്. കടങ്ങൾ കൊണ്ട് കഷ്ടപ്പെടുന്നവർക്ക് കൂടുതൽ കടങ്ങൾ വരാനും ബുദ്ധിമുട്ടാനുമൊക്കെ സാധ്യതയുണ്ട്. അതുകൊണ്ട് ബുദ്ധി ഉപയോഗിച്ച്
ഇപ്പോൾ കടക്കുരുക്കിൽ കിടക്കുന്ന വ്യക്തി തീർച്ചയായും അതുപേക്ഷിച്ച് അന്നന്ന് അന്നം കഴിക്കാനുള്ള ഏത് തൊഴിലും നമുക്ക് സ്വീകരിക്കാം. ഏതെങ്കിലും ഒരു തൊഴിൽ സ്വീകരിക്കേണ്ടത് അത്യാവശ്യമാണ്. അന്യനാട്ടിൽ പോയി വളരെ നികൃഷ്ടമായ ജോലിയെന്ന് ഇവിടെയുള്ള നമുക്ക് തോന്നുന്ന ജോലികൾ വരെ ചെയ്ത് ആളുകൾ ജീവിക്കുന്നുണ്ട്. ഇവിടെ അങ്ങനെ ഏത് ജോലി ചെയ്താലും ജോലി ചെയ്ത് ജീവിക്കുന്നതാണ് എപ്പോഴും അഭിമാനം. അതുകൊണ്ട് ഒരു പാരലൽ ജോബ് നിങ്ങൾ കണ്ടെത്തുക. അടുത്തതായി നമുക്ക് ഇടവക്കൂറുകാരുടെ ഫലം പരിശോധിക്കാം. ഇടവക്കൂറിൽ വരുന്ന നക്ഷത്രങ്ങൾക്ക് ചില മാറ്റങ്ങൾ വന്നിട്ടുള്ളത് കൊണ്ട് ഇത്രയും നാളും ഉണ്ടായിരുന്ന കഷ്ടപ്പാടുകൾക്കൊക്കെ ഒരു അറുതി വരുന്നതാണ്. എന്നാൽ സ്വതവേ മടി പിടികൂടിയിട്ടുള്ള ഒരു രാശിക്കാരാണ് ഇവർ. ഇപ്പോൾ കുറച്ചു കാലമായിട്ട് ആ മടിയിൽ നിന്നൊക്കെ ഉയർത്തെഴുന്നേറ്റ് നമ്മുടെ ജീവിതത്തിലേക്ക് തിരിച്ചു വരിക. ചില വിവാഹത്തിൻ്റെ തടസ്സങ്ങളോ അല്ലെങ്കിൽ വേർപാടുകളോ ഒക്കെ അനുഭവിച്ച് വിഷമിക്കുന്ന ആളുകൾക്ക് പ്രതീക്ഷ ഉണ്ടാകുന്ന ഒരു ദിവസമാണ് ഇന്നത്തെ ദിവസം. നമ്മുടെ ഭാവി വധുവിനെ കണ്ടെത്താനോ അല്ലെങ്കിൽ പിണങ്ങിപ്പോയ ഭാര്യ തിരിച്ചു വരാനോ അല്ലെ ഭർത്താവ് തിരിച്ചു വരാനോ ഒക്കെ സാധ്യതയുള്ള ഒരു ദിവസമാണ്. നഷ്ടപ്പെട്ടു പോയ ചില ബന്ധുക്കൾ ജീവിച്ചിരിക്കുന്നുണ്ട് എന്നറിയുകയും അവരുടെ സമാഗമത്തിനുമൊക്കെ ഇന്ന് സാധ്യതയുള്ള ദിവസമാണ്. അല്ലെങ്കിൽ പിരിഞ്ഞുപോയ സുഹൃത്തുക്കളെ കണ്ടെത്താനെങ്കിലും സാധ്യതയുള്ള ദിവസമാണ്. പുണ്യക്ഷേത്ര ദർശനത്തിന് സാധ്യതയുള്ളൊരു ദിവസമാണ്. സാമ്പത്തിക കാര്യത്തിൽ ബുദ്ധിമുട്ടുകളൊന്നും കാണുന്നില്ല. സാമ്പത്തികമായി അഭിവൃദ്ധി ഉണ്ടാകാൻ പല വഴികളും തെളിഞ്ഞു വരുന്ന ഒരു ദിവസമായിരിക്കും ഇന്ന്. ശാരീരിക ക്ലേശങ്ങൾ അനുഭവിക്കുന്നവർക്ക് ആശ്വാസം ലഭിക്കുന്ന ഒരു ദിവസമായിരിക്കും ഇന്ന്. ഇടവക്കൂറിൽ വരുന്ന നക്ഷത്രങ്ങളാണ് കാർത്തിക മുക്കാല്, രോഹിണി, മകയിരത്തര. അടുത്തതായി നമുക്ക് മിഥുനക്കൂറുകാരുടെ ഫലം പരിശോധിക്കാം. മിഥുനക്കൂറിൽ വരുന്ന നക്ഷത്രങ്ങളാണ് മകയിരത്തര, തിരുവാതിര, പുണർദം മുക്കാല്. ഈ നക്ഷത്രക്കാർക്ക് അല്ലെങ്കിൽ ഈ കൂറുകാർക്ക് ഇന്നത്തെ ദിവസം ഗുണദോഷ സമ്മിശ്രമായ ഒരു ദിവസമായിരിക്കും. ഗുണാധിക്യമാണ് കാണുന്നത്. ഔദ്യോഗിക രംഗത്ത് വളരെയധികം അനുകൂലമായ സാഹചര്യങ്ങൾ തെളിഞ്ഞു വരുന്നതാണ്. നമ്മളെ തെറ്റിദ്ധരിച്ചു പോയിട്ടുള്ള ആളുകളെല്ലാം സ്നേഹത്തോടു കൂടി അടുത്തു വരുന്ന ഒരു സമയമായിരിക്കും. പുതിയ ഗ്രഹോപകരണങ്ങളോ അല്ലെങ്കിൽ ആരോഗ്യം വർദ്ധിപ്പിക്കാനായിട്ടുള്ള ഏതെങ്കിലും ഉപകരണങ്ങളോ ഒക്കെ വാങ്ങിക്കാനും വാഹനം വാങ്ങാനും ഒക്കെ ഉള്ള ഒരു ദിവസമായിരിക്കും ഇന്ന്. തീരുമാനങ്ങളെടുക്കാൻ ഏറ്റവും നല്ല ദിവസമായിരിക്കും ഇന്ന്. സഹായഹസ്തങ്ങൾ ലഭിക്കുന്ന ദിവസമാണ്. സന്താനങ്ങളെക്കുറിച്ചുള്ള ആശങ്കകളെല്ലാം മാറിക്കിട്ടുന്നതാണ്. മാനസികമായി ദൗർബല്യമുള്ളവർക്കും മാനസികമായി പ്രയാസമുള്ളവർക്കുമൊക്കെ ഇന്ന് കുറച്ച് ആശ്വാസം ലഭിക്കുന്ന ദിവസമായിരിക്കും. പങ്കാളിയുടെ ഉയർച്ച കണ്ട് സന്തോഷിക്കാൻ സാധ്യതയുള്ള ദിവസമാണ്. മാതാപിതാക്കളിൽ നിന്ന് അനുകൂലമായ സഹായങ്ങൾ, ധനപരമായ സഹായങ്ങളൊക്കെ ലഭിക്കാൻ സാധ്യതയുള്ളൊരു ദിവസമായിരിക്കും ഇന്ന്. രാഷ്ട്രീയ രംഗത്ത് പ്രവർത്തിക്കുന്നവർക്ക് പ്രതികൂലമായ ദിവസമായിരിക്കും. അതേപോലെ കായിക രംഗത്ത് പ്രവർത്തിക്കുന്നവർക്ക് വളരെ അനുകൂലമായ ദിവസമാണ്. നിയമപരമായി മുമ്പോട്ട് പോകുന്നവർക്ക്, നിയമപരമായ കാര്യങ്ങളിൽ ഇടപെടുന്നവർക്കൊക്കെ ഇന്ന് വളരെ അനുകൂലമായ ഒരു ദിവസമായി കാണുന്നു. അടുത്തതായി നമുക്ക് കർക്കിടകക്കൂറുകാരുടെ ഫലം പരിശോധിക്കാം. കർക്കിടകക്കൂറിൽ വരുന്ന നക്ഷത്രങ്ങളാണ് പുണർദം കാല്, പൂയം, ആയില്യം. ഈ നക്ഷത്രക്കാർക്ക് അല്ലെങ്കിൽ ഈ കൂറുകാർക്ക് ഇന്നത്തെ ദിവസം വളരെ അനുകൂലമായി കാണുന്നു. ശാരീരികമായി ഉണ്ടായിരുന്ന ക്ലേശങ്ങളൊക്കെ മാറിക്കിട്ടുന്നതായിട്ട് കാണുന്നു. പുതിയ സംരംഭങ്ങളിൽ ഏർപ്പെടാനും പുതിയ വാഗ്ദാനങ്ങൾ ലഭിക്കുവാനുമൊക്കെ സാധ്യതയുള്ള ദിവസമാണ്. പുതിയ ജോലി ലഭിക്കുവാനും സന്തോഷകരമായൊരു സാഹചര്യത്തിൽ ജോലിയെടുക്കാനുമൊക്കെ സാധ്യത തെളിഞ്ഞു വരുന്നതാണ്. പഠനം മുടങ്ങിക്കിടക്കുന്ന വിദ്യാർത്ഥികൾ പഠിത്തത്തിലേക്ക് ശ്രദ്ധ തിരിക്കുന്ന ഒരു ദിവസമാണ് ഇന്ന്. പുതിയ ഒരു വഴിത്തിരിവുണ്ടാകുന്നതാണ്. ഗുരുക്കന്മാരെ കാണുകയും മാനസികമായ പരിവർത്തനം ഉണ്ടാകാൻ അവരെ മൂലം സാധ്യത ഉണ്ടാകുകയൊക്കെ ചെയ്യുന്ന ഒരു ദിവസമായിരിക്കും ഇന്ന്. വളരെ വേഗത്തിൽ കാര്യങ്ങൾ മുൻപോട്ട് പോകുവാനായി സാധ്യതയുണ്ട്. കാര്യങ്ങളെല്ലാം മുടക്കം കൂടാതെ പോകാൻ സാധ്യതയുണ്ട്. അതേപോലെ വീട് പണി, കെട്ടിട നിർമ്മാണം അങ്ങനെയെല്ലാം തുടങ്ങുന്നവർക്ക് വളരെ വേഗത്തിൽ കാര്യങ്ങൾ അവസാനിപ്പിക്കാനായിട്ട് സാധ്യതയുണ്ട്. സ്പോർട്സുകാർക്ക് ഇന്ന് വളരെ അനുകൂലമായ ദിവസമാണ്. ശാരീരികമായി ഉണ്ടായിരുന്ന ക്ലേശങ്ങൾക്ക് ഒരു ശമനം ലഭിക്കുന്ന ദിവസമാണ്. അതേപോലെ ചില വീഴ്ചകളും ഒടിവുകളും ചതവുകളും ഒക്കെ പറ്റാൻ സാധ്യതയുള്ളതുകൊണ്ട് ശ്രദ്ധയോടുകൂടി മുൻപോട്ട് പോവുക. മുതിർന്നവരോട് വളരെ സ്നേഹത്തോടും ബഹുമാനത്തോടും കൂടി പെരുമാറുക. വഴക്ക്, കലഹം ഒന്നും നമുക്ക് ഭാവിയിലേക്ക് ഗുണം ചെയ്യില്ല. ഗുരുത്വം എന്നൊരു വാക്കുണ്ട്. ആ ഗുരുത്വം ഉണ്ടെങ്കിൽ നമുക്ക് എല്ലാ കാര്യങ്ങളും സാധിക്കാവുന്നതാണ്.
ഗുരോരനുഗ്രഹം ചെയ്ത പുമാൻ പുണ്യപ്രകാശയേൻ എന്നെൻ്റെ ഗുരു പറഞ്ഞു തന്നിട്ടുണ്ട്. അതുകൊണ്ട് നമ്മളെപ്പോഴും ഗുരുക്കന്മാരെ, നമ്മളെക്കാൾ മുതിർന്നവരെല്ലാം ഗുരുക്കന്മാരാണ്, അവരെ വന്ദിക്കുകയും വണങ്ങുകയും ചെയ്യണം. ഗുരുത്തക്കേടുകൾ ഒഴിവാക്കിയാൽ നമ്മുടെ ഭാഗ്യം തെളിഞ്ഞു വരുന്നതാണ്. അടുത്തതായി നമുക്ക് ചിങ്ങക്കൂറുകാരുടെ ഫലം പരിശോധിക്കാം. ചിങ്ങക്കൂറിൽ വരുന്ന നക്ഷത്രങ്ങളാണ് മകം, പൂരം, ഉത്രം, കാല്. ഈ കൂറുകാർക്ക് ഇന്നത്തെ ദിവസം സാമ്പത്തികമായി നല്ല മെച്ചപ്പെട്ട ഒരു ദിവസമായിരിക്കും. അതുപോലെ ഒരുപാട് ബിസിനസ് ചെയ്യുന്നവർക്ക് ഒരുപാട് ധനം വന്നു ചേരുന്ന ദിവസമാണ്. ധാരാളം കസ്റ്റമേഴ്സ് വന്നു ചേരുന്ന ദിവസമാണ്. അധ്യാപന വൃത്തിയിൽ ഏർപ്പെട്ടിരിക്കുന്ന ഈ കൂറുകാർക്ക് വളരെ അംഗീകാരം ലഭിക്കുകയും സംതൃപ്തി ലഭിക്കുകയും ചെയ്യുന്ന ഒരു ദിവസമായിരിക്കും. അതേപോലെ ബ്യൂട്ടീഷ്യന്മാർ, അതുപോലെയുള്ള കലാകാരന്മാർക്കൊക്കെ, ബുട്ടീക്ക് നടത്തുന്നവർ, വസ്ത്ര സംവിധാനം ചെയ്യുന്നവർക്കൊക്കെ ഇന്ന് വളരെ അനുകൂലമായൊരു ദിവസമായിരിക്കും. പുതിയ പുതിയ ഇൻവിറ്റേഷൻസ് ലഭിക്കാൻ സാധ്യതയുണ്ട്. ഉയർച്ചയ്ക്ക് സാധ്യതയുള്ള വഴികൾ തെളിഞ്ഞു വരുന്ന ഒരു ദിവസമായിരിക്കും ഇന്ന്. എന്നാൽ സ്ത്രീകൾ മൂലം പുരുഷന്മാർക്ക് ചില മാനസിക ക്ലേശങ്ങൾ ഉണ്ടാകാനും സാധ്യത കാണുന്നു. ദൂരയാത്ര ആഗ്രഹിക്കുന്നവർക്ക് തടസ്സങ്ങളാണ് കാണുന്നത്. വിദേശത്ത് ജോലി ചെയ്യുന്നവർക്കും അത്ര അനുകൂലമായ അനുഭവങ്ങളെല്ലാം ഉണ്ടാവുക. ജോലി നഷ്ടപ്പെടുക തന്നെ ചെയ്യാവുന്ന ഒരു സാഹചര്യം ഇന്ന് ഉരുത്തിരിഞ്ഞു വന്നേക്കാം. ഈശ്വര പ്രാർത്ഥനയോടുകൂടിയും ആത്മസംയമനത്തോടുകൂടി നേരിടുക. പിരിഞ്ഞു പോകാനുള്ള സാഹചര്യം ഒഴിവാക്കി കിട്ടുന്നതാണ്. അടുത്തതായി നമുക്ക് കന്നിക്കൂറുകാരുടെ ഫലം പരിശോധിക്കാം. കന്നിക്കൂറിൽ വരുന്ന നക്ഷത്രങ്ങളാണ് ഉത്രം, മുക്കാല്, അത്തം, ചിത്തിരേര. ഈ കൂറുകാർക്ക് ഇന്നത്തെ ദിവസം ഗുണദോഷ സമ്മിശ്രമാണെങ്കിലും ഗുണാധിക്യമാണ് കാണുന്നത്. പങ്കാളിയുടെ ആരോഗ്യനില വളരെ മോശമായി കാണുന്നതൊഴിച്ചാൽ ബാക്കി എല്ലാ കാര്യങ്ങളും വീട്ടിൽ സമാധാനപരമായി പോകുന്നതായിട്ട് കാണാം. പുതിയ സുഹൃത്തുക്കൾ സഹായഹസ്തങ്ങളുമായി വരുന്നതായി കാണുന്നുണ്ട്. ചിലപ്പോൾ നിങ്ങൾക്ക് ചെയ്യുന്ന തൊഴിലിൽ നിന്നൊരു മാറ്റം വന്നേക്കാം. അത് അനുകൂലമായ മാറ്റമാണ്. താമസ സ്ഥലം മാറാനും സാധ്യതയുണ്ട്. പെട്ടെന്ന് താമസ സ്ഥലം മാറണം എന്നൊരു വാടകയ്ക്കൊക്കെ താമസിക്കുന്നവർക്ക് എന്നൊരു സൂചന അല്ലെങ്കിൽ എന്നൊരു വാണിംഗ് കിട്ടുകയോ നമ്മൾ പെട്ടെന്ന് തന്നെ ഒരു താമസ സ്ഥലം കണ്ടുപിടിക്കുകയോ ഒക്കെ ചെയ്യുന്ന ഒരു അവസരം കാണുന്നുണ്ട്. പുതിയതായി ഗൃഹം നിർമ്മിക്കാനുള്ള ഒരു പ്ലാൻ ഉടലെടുക്കുന്നതായും കാണുന്നുണ്ട്. വാസസ്ഥലമോ സ്വന്തം സ്ഥലമോ ഒക്കെ മാറി ദൂരോട്ട് പോകാനുമൊക്കെ സാധ്യത കാണുന്നു. മലഞ്ചരക്ക് വ്യാപാരികൾക്ക് ഇന്ന് അനുകൂലമായൊരു ദിവസമായിരിക്കും. മത്സ്യബന്ധനത്തിൽ ഏർപ്പെട്ടിരിക്കുന്നവർക്ക് അത്ര തന്നെ അനുകൂലമായൊരു ദിവസമായിരിക്കുകയില്ല. സാമ്പത്തികമായി ബുദ്ധിമുട്ടുന്ന മത്സ്യബന്ധന തൊഴിലാളികൾക്ക് വളരെയധികം ക്ലേശകരമായൊരു ദിവസമായിരിക്കും ഇന്ന്. കായിക രംഗത്ത് പ്രവർത്തിക്കുന്നവർക്ക്, കായികമായ ജോലികൾ ചെയ്യുന്നവർക്കൊക്കെ ഇന്ന് അനുകൂലമായ ദിവസമായിരിക്കും. കലാരംഗത്ത് പ്രവർത്തിക്കുന്നവർക്കും ഇന്ന് അനുകൂലമായൊരു ദിവസമായിരിക്കും. അടുത്തതായി നമുക്ക് തുലാക്കൂറുകാരുടെ ഫലം പരിശോധിക്കാം. തുലാക്കൂറിൽ വരുന്ന നക്ഷത്രങ്ങളാണ് ചിത്തിരാര, ചോതി, വിശാഖം, മുക്കാല്. ഈ കൂറുകാർക്ക് അല്ലെങ്കിൽ ഈ നക്ഷത്രക്കാർക്ക് ഗുണദോഷ സമ്മിശ്രമായൊരു ദിവസമാണ് ഇന്ന്. ഗുണാധിക്യമാണ് കാണുന്നത്. ഉച്ചവരെ വളരെ നല്ല അനുകൂലമായ ബിസിനസ് നടക്കുന്ന ദിവസമാണ്. അതേപോലെ നല്ല ആൾക്കാരുമായി പരിചയപ്പെടുകയും നല്ല സന്തോഷവാക്കുകൾ ലഭിക്കുകയും ബന്ധു സമാഗമം ഉണ്ടാകുകയൊക്കെ ചെയ്യുന്നൊരു ദിവസമാണ്. ബിസിനസ്സിൽ ലാഭം ലഭിക്കുന്ന ദിവസമാണ്. എന്നാൽ ഇമ്പോർട്ട് എക്സ്പോർട്ട് ചെയ്യുന്നവർക്ക്, കയറ്റുമതി ഇറക്കുമതിയൊക്കെ ചെയ്യുന്ന വലിയ ബിസിനസ്സുകാർക്ക് വളരെ നഷ്ടം വരുവാനും വസ്തുക്കളെല്ലാം കെട്ടിക്കിടക്കാനുമൊക്കെ സാധ്യത കാണുന്നു. എന്നാൽ മലഞ്ചരക്ക് വ്യാപാരികൾക്കൊക്കെ വളരെ അനുകൂലമായ ദിവസമായിരിക്കും. കാർഷിക രംഗത്ത് പ്രവർത്തിക്കുന്നവർക്കും അനുകൂലമായ സാഹചര്യമാണ് ഇന്നത്തെ ദിവസമുള്ളത്. സഹായഹസ്തങ്ങൾ ലഭിക്കുക, ഗവൺമെൻറ്റിൻ്റെ ആനുകൂല്യങ്ങൾ ലഭിക്കാനൊക്കെ പരിശ്രമിക്കുന്നവർക്ക് അത് ലഭിക്കാൻ സാധ്യതയുള്ളൊരു ദിവസമായിരിക്കും ഇന്ന്. ശാരീരിക ക്ലേശം അനുഭവിക്കുന്നവർക്കും ആശ്വാസപ്രദമായൊരു ദിവസമാണ്. ബന്ധുക്കളിൽ ചിലർക്ക് ചില മരണസംബന്ധമായ അനുഭവങ്ങളോ അല്ലെങ്കിൽ എന്തെങ്കിലും ആപത്തുകളോ ഒക്കെ വന്ന് മനസ്സിന് പ്രയാസമുണ്ടാകാൻ വൈകുന്നേരത്തോടുകൂടി സാധ്യത കാണുന്നു. ഭക്ഷണത്തിൽ നിന്നുള്ള ഭക്ഷ്യവിഷബാധ ഏറ്റ് വയറിനസുഖം ഉണ്ടാകാനും സാധ്യത ഉള്ള ഒരു ദിവസമായിരിക്കും ഇന്ന്. അടുത്തതായി നമുക്ക് വൃശ്ചികക്കൂറുകാരുടെ ഫലം പരിശോധിക്കാം. വൃശ്ചികക്കൂറിൽ വരുന്ന നക്ഷത്രങ്ങളാണ് വിശാഖം, കാല്, അനിഴം, തൃക്കേട്ട. ഈ കൂറുകാർക്ക് അല്ലെങ്കിൽ ഈ നക്ഷത്രക്കാർക്ക് ഇന്നത്തെ ദിവസം തികച്ചും വ്യത്യസ്തമായൊരു ദിവസമായിരിക്കും. അപ്രതീക്ഷിതമായ ചില ഭാഗ്യങ്ങൾ വന്നു ചേരാൻ സാധ്യതയുണ്ട്.
സന്താനങ്ങളെ കൊണ്ട് നേട്ടങ്ങളുണ്ടാകാൻ സാധ്യതയുണ്ട്. സന്താനങ്ങളിൽ ഒരാൾ പുറത്തേക്ക് പോകാനോ വിദേശത്ത് പോയി ജോലി കിട്ടാനോ അത് കിട്ടിയെന്നുള്ള വാർത്ത അറിയാനോ ഒക്കെ ഗുണപ്രദമായൊരു ദിവസമാണ്. എന്നാൽ വൈകുന്നേരത്തോടുകൂടി ശാരീരിക അസ്വാസ്ഥ്യങ്ങൾ ഉണ്ടാകാൻ സാധ്യതയുണ്ട്. തലച്ചോറിനെ സംബന്ധിക്കുന്ന അസുഖമോ നെഞ്ചിനെ സംബന്ധിക്കുന്ന അസുഖമോ ഒക്കെ ഉള്ളവർ കുറച്ച് സൂക്ഷിക്കുക, ശ്രദ്ധിക്കുക. എഴുത്തുകാർക്ക് ഇന്നത്തെ ദിവസം വളരെ അനുകൂലമായ ദിവസമായിരിക്കും. അതേപോലെ ബുക്ക് പബ്ലിഷ് ചെയ്യുന്നവർക്ക് നല്ലൊരു ദിവസമായിരിക്കും. ആഹാര കാര്യങ്ങൾ അല്ലെങ്കിൽ ഹോട്ടലുകൾ, ഫുഡ് സപ്ലൈ അങ്ങനെയൊക്കെ ഉള്ള കാര്യങ്ങൾ ചെയ്യുന്നവർക്ക് ഇന്നത്തെ ദിവസം വളരെ അനുകൂലമായ ഒരു ദിവസമായിരിക്കും. യാത്ര ചെയ്യുന്നവർക്ക് ഇന്ന് വളരെയധികം തടസ്സങ്ങളുണ്ടാകുന്ന ദിവസമാണ്. യാത്ര മാറ്റിവയ്ക്കുന്നത് വളരെ നന്നായിരിക്കും. ഉദ്ദേശിക്കുന്ന കാര്യങ്ങൾ നടക്കാതിരിക്കാം. തടസ്സങ്ങൾ മൂലം അല്ലെങ്കിൽ നമ്മൾ വളരെ വൈകി എത്തുന്നതുകൊണ്ട് കാര്യങ്ങൾ മുടങ്ങിപ്പോകാനൊക്കെ സാധ്യതയുണ്ട്. മാറ്റിവെക്കാവുന്ന കാര്യമാണെങ്കിൽ തീർച്ചയായിട്ടും അത് മാറ്റിവെക്കേണ്ടതാണ്. സദാ യാത്ര ചെയ്യുന്നവർക്ക് ഇതൊരു പ്രശ്നമല്ല. വല്ലപ്പോഴുമൊക്കെ യാത്ര ചെയ്യുന്നവരെ സംബന്ധിച്ചാണ് ഇത്തരം ഒരു പ്രശ്നം ഉണ്ടാകുന്നത്. മത്സ്യബന്ധന മേഖലയിൽ ഏർപ്പെട്ടിരിക്കുന്നവർക്ക് വളരെ ക്ലേശകരമായ അനുഭവങ്ങളാണ് ഉണ്ടാകാൻ സാധ്യതയുള്ളത്. വിവാഹാദി കാര്യങ്ങൾക്ക് ശ്രമിക്കുന്നവർക്ക് പരാജയമുണ്ടാകാനായിട്ട് സാധ്യത കാണുന്നു. അടുത്തതായി നമുക്ക് ധനുക്കൂറുകാരുടെ ഫലം പരിശോധിക്കാം. ധനുക്കൂറിൽ വരുന്ന നക്ഷത്രങ്ങളാണ് മൂലം, പൂരാടം, ഉത്രാടം, കാല്. ഈ നക്ഷത്രക്കാർക്ക് അല്ലെങ്കിൽ ഈ ആളുകൾക്ക് വളരെയധികം അനുകൂലമായ ഒരു സാഹചര്യമാണ് ഇന്നത്തെ ദിവസം. സന്താനങ്ങളുടെ അഭിവൃദ്ധി കണ്ട് സന്തോഷിക്കുവാനും വളരെ ആഹ്ലാദകരമായ കാര്യങ്ങൾ കേൾക്കുവാനും ഉല്ലാസയാത്രയ്ക്കുമൊക്കെ ഉള്ളൊരു ദിവസമായിരിക്കും ഇന്ന്. വളരെ വിശ്രമം എടുക്കാവുന്ന ഒരു ദിവസമായിരിക്കും ഇന്ന്. അതേപോലെ ഉദരസംബന്ധമായ അസുഖങ്ങൾ ഉണ്ടാകാതിരിക്കുവാൻ ഭക്ഷണക്രമം ഏർപ്പെടുത്തേണ്ടതാണ്. അലർജിയുള്ള വസ്തുക്കൾ കഴിച്ചു കഴിഞ്ഞാൽ ചിലപ്പോൾ ചില ആപത്തുകൾ വന്ന് സംഭവിക്കാൻ സാധ്യതയുണ്ട്. നീണ്ട യാത്രയ്ക്ക് ഒരുങ്ങുന്നവർ വളരെ ശ്രദ്ധിക്കുക. വാഹനാദികൾ കൈകാര്യം ചെയ്യുമ്പോൾ ശ്രദ്ധിക്കുക. അതേപോലെ ചില കലഹങ്ങൾ വന്നു ഭവിക്കാൻ സാധ്യതയുണ്ട്. മനസ്സറിഞ്ഞോ മനസ്സറിയാതെയോ ഉണ്ടാകുന്ന ചില കാര്യങ്ങൾ കൊണ്ട്, നമ്മുടെ സംസാര രീതി കൊണ്ടുമൊക്കെ കലഹമുണ്ടാകാൻ സാധ്യത ഉള്ളതുകൊണ്ട് വളരെ ശ്രദ്ധയോടുകൂടി സംസാരിക്കുക. ദൂരെ ഇരിക്കുന്ന ബന്ധുക്കളുമായി തർക്കത്തിലേർപ്പെടാൻ സാധ്യത കാണുന്നു. അതേപോലെ മിലിട്ടറി വിഭാഗത്തിൽ, പോലീസ് ഡിപ്പാർട്ട്മെൻറ്റിലൊക്കെ ജോലി ചെയ്യുന്നവർക്ക് ഔദ്യോഗിക രംഗത്ത് ചില ആരോപണങ്ങൾക്ക് വിധേയരാകേണ്ടതായി വന്നേക്കാം. അതേപോലെ ചില കാര്യങ്ങൾ അനുകൂലമായും വന്നേക്കാം. ചില അപകടങ്ങൾക്കും സാധ്യത കാണുന്നു. ആരോഗ്യരംഗത്ത് പ്രവർത്തിക്കുന്നവർക്ക് ഇന്നത്തെ ദിവസം അനുകൂലമായി കാണുന്നു. കായിക രംഗത്ത് പ്രവർത്തിക്കുന്നവർക്കും അനുകൂലമായ ദിവസമാണ്. സിനിമ അങ്ങനെയുള്ള കാര്യങ്ങൾ പിടിക്കാനൊക്കെ ഒരുങ്ങുന്നവർക്ക് തടസ്സങ്ങൾ ഉണ്ടാകുന്നതായിട്ട് കാണുന്നു. സാമ്പത്തികമായ ബുദ്ധിമുട്ടുകൾ അനുഭവിക്കുന്നതായിട്ട് കാണുന്നു. ഇതൊഴിച്ചാൽ ബാക്കി എല്ലാ കാര്യങ്ങളിലും ഒരുവിധം നല്ല ഒരു ദിവസമായിരിക്കും ഇന്ന്. ഈശ്വര പ്രാർത്ഥനയോടുകൂടി മുൻപോട്ട് പോവുക. അടുത്തതായി നമുക്ക് മകരക്കൂറുകാരുടെ ഫലം പരിശോധിക്കാം. മകരക്കൂറിൽ വരുന്ന നക്ഷത്രങ്ങളാണ് ഉത്രാടം, മുക്കാല്, തിരുവോണം, അവിട്ടത്തര. ഈ കൂറുകാർക്ക് ഇന്നത്തെ ദിവസം അത്ര തന്നെ മെച്ചപ്പെട്ടതായിരിക്കുകയില്ല. ഉച്ചയ്ക്ക് ശേഷം അനുകൂലമായ സാഹചര്യങ്ങൾ തെളിഞ്ഞു വരുന്നതാണ്. കിട്ടാക്കടം കിട്ടാനുള്ള സാധ്യതയുണ്ട്. അതിനുവേണ്ടി പരിശ്രമിക്കുമ്പോൾ ഉച്ചവരെ നിരാശയാണെങ്കിലും ഉച്ചയ്ക്ക് ശേഷം അത് ലഭിക്കുവാൻ സാധ്യതയുണ്ട്. പുതിയ വാഹനങ്ങൾ വാങ്ങാൻ ആഗ്രഹിക്കുന്നവർക്ക് ഇന്നത്തെ ദിവസം വളരെ അനുകൂലമാണ്. അനുകൂലമായ തീരുമാനമെടുക്കുന്നു. ഗൃഹോപകരണങ്ങൾ വാങ്ങാനും സാധ്യതയുള്ള ഒരു ദിവസമായിരിക്കും ഇന്ന്. സാമ്പത്തികമായി കിട്ടുമെന്ന് പ്രതീക്ഷിച്ചിരിക്കുന്ന സഹായം ലഭിക്കുവാൻ സാധ്യതയുണ്ട്. ശമ്പള വർധനയ്ക്ക് സാധ്യതയുണ്ട്. അതേപോലെ പുതിയ ജോലി ലഭിക്കാനും സാധ്യതയുണ്ട്. എന്നാൽ സ്ഥിരമായി അനുഭവിച്ചുകൊണ്ടിരിക്കുന്ന അസുഖങ്ങൾ, ബ്ലഡ് പ്രഷർ, ഷുഗർ അല്ലെങ്കിൽ ലോ പ്രഷർ, ശ്വാസകോശ സംബന്ധമായ അസുഖങ്ങൾ ഒക്കെ വർദ്ധിക്കാനായിട്ട് സാധ്യത കാണുന്നു. അതുകൂടാതെ ചില ദൂരയാത്രയ്ക്ക് പോകാൻ ഒരുങ്ങുന്നവർക്ക് തടസ്സങ്ങളുണ്ട്. വിദേശത്തിരിക്കുന്ന പങ്കാളിക്ക് ഒട്ടും തന്നെ സുഖമില്ല എന്നുള്ള വാർത്ത കേട്ട് വിഷമിക്കുവാനും സാധ്യത കാണുന്നു. അടുത്തതായി നമുക്ക് കുംഭക്കൂറുകാരുടെ ഫലം പരിശോധിക്കാം. കുംഭക്കൂറിൽ വരുന്ന നക്ഷത്രങ്ങളാണ് അവിട്ടത്തര, ചതയം, പൂരുട്ടാതി, മുക്കാല്. ഈ നക്ഷത്രക്കാർക്ക് അല്ലെങ്കിൽ ഈ കൂറുകാർക്ക് ഇന്നത്തെ ദിവസം വളരെ അനുകൂലമായൊരു ദിവസമാണെന്ന് തന്നെ പറയാം. കാരണം പ്രതീക്ഷിച്ചിരിക്കാത്ത രീതിയിലുള്ള കെട്ടിക്കിടക്കുന്ന ശമ്പള കുടിശ്ശികയോ അല്ലെങ്കിൽ പണമോ ഒക്കെ വന്നു ചേരാൻ സാധ്യതയുണ്ട്. എന്നാൽ
പ്രായമേറിയവർക്ക് കുറച്ച് ആപത്തുകൾ വന്ന് സംഭവിക്കാൻ സാധ്യത, വീഴ്ച, ഒടിവ്, ചതവ്, മുറിവ് ഒക്കെ ഉണ്ടാകാൻ സാധ്യതയുണ്ട്. വീഴ്ചയിൽ നിന്ന് കിടപ്പിലാകാനുള്ള ലക്ഷണങ്ങളുള്ളതിനാൽ വളരെയധികം ശ്രദ്ധിച്ച് നമ്മളുടെ പ്രായത്തെ മാനിച്ച് നടക്കാതെ, ആവശ്യമില്ലാതെ കയറ്റം കയറാതെയും ഇറങ്ങാതെയൊക്കെ യാത്ര ഒഴിവാക്കുകയൊക്കെ ചെയ്യുക. അതേപോലെ സ്വന്തക്കാരായ ആളുകൾക്ക് ചില പ്രശ്നങ്ങൾ കൊണ്ട് മനക്ലേശം ഉണ്ടാകാൻ സാധ്യതയുണ്ട്. വിവാഹാധികാര്യങ്ങൾക്ക് ശ്രമിക്കുന്നവർക്ക് അതിനനുകൂലമായൊരു ദിവസമായിരിക്കും ഇന്ന്. കുട്ടികളുടെ കാര്യത്തിൽ വളരെയധികം പ്രതീക്ഷകൾ കൈവരുന്ന ഒരു ദിവസമായിരിക്കും. രാഷ്ട്രീയ രംഗത്ത് പ്രവർത്തിക്കുന്നവർക്ക് ഇന്നത്തെ ദിവസം അനുകൂലമായി കാണുന്നു. എന്നാൽ കലാകായിക രംഗത്ത് പ്രവർത്തിക്കുന്നവർക്ക് അത്ര അനുകൂലമായൊരു ദിവസമായിരിക്കില്ല ഇന്ന്. മത്സരങ്ങൾ മൂലവും തർക്കങ്ങൾ മൂലവും ഈഗോ മൂലവുമൊക്കെ ഒരുപാട് മാനസിക സംഘർഷം അനുഭവിക്കാനായിട്ട് സാധ്യതയുള്ളൊരു ദിവസമായിരിക്കും. സാങ്കേതിക രംഗത്ത് പ്രവർത്തിക്കുന്നവർക്ക് ചില തടസ്സങ്ങൾ അനുഭവപ്പെടാം. IT മേഖലയിൽ പ്രവർത്തിക്കുന്നവർക്ക് പ്രോജക്റ്റുകൾ ലഭിക്കാതെ ഇരിക്കുകയോ പ്രോജക്റ്റുകൾ തീരുകയോ അല്ലെങ്കിൽ പ്രോജക്റ്റുകൾ സമയത്ത് ചെയ്ത് തീർക്കാതിരിക്കുകയോ ഒക്കെ ചെയ്ത സംഘർഷവും സ്ട്രെസ്സും ഒക്കെ ഉണ്ടാകാനായിട്ട് സാധ്യതയുണ്ട്. ഈശ്വര പ്രാർത്ഥനയോടുകൂടി മുൻപോട്ട് പോവുക. അടുത്തതായി നമുക്ക് മീനക്കൂറുകാരുടെ ഫലം പരിശോധിക്കാം. മീനക്കൂറിൽ വരുന്ന നക്ഷത്രങ്ങളാണ് പൂരിട്ടാതി, കാല്, ഉത്രട്ടാതി, രേവതി. ഈ കൂറുകാർക്ക് അല്ലെങ്കിൽ ഈ നക്ഷത്രക്കാർക്ക് ഇന്നത്തെ ദിവസം വളരെ അനുകൂലമായ ദിവസമായി കാണുന്നു. പ്രതീക്ഷിച്ചിരിക്കാത്ത പല കാര്യങ്ങളും ഉടനെ നടക്കുന്നതായിട്ട് കാണുന്നു. അപ്രതീക്ഷിതമായി വിലപിടിപ്പുള്ള സാധനങ്ങൾ വാങ്ങാനും സന്തോഷിക്കാനുമൊക്കെ സാഹചര്യം കാണുന്നു. സന്താനങ്ങൾക്കായി കൊതിക്കുന്നവർക്ക് സന്താന ലബ്ധിക്കുള്ള സാധ്യത തെളിഞ്ഞു കാണുന്നു. സന്താനങ്ങളുള്ളവർക്ക് അവരുടെ നേട്ടങ്ങളും മറ്റും കണ്ട് സന്തോഷിക്കാനുള്ള സാഹചര്യം കാണുന്നു. എന്നാൽ സിനിമാ രംഗത്ത് പ്രവർത്തിക്കുന്നവർക്ക്, സംവിധായകർക്ക്, അഭിനേതാക്കൾക്ക് ഒക്കെ വളരെ ക്ലേശകരമായ പ്രശ്നങ്ങൾ നേരിടേണ്ടതായിട്ട് വരുന്ന ഒരു ദിവസമായിരിക്കും ഇന്ന്. ആവശ്യമില്ലാത്ത കാര്യങ്ങളിൽ ഇടപെടാതെയും ആവശ്യമില്ലാത്ത കൂട്ടുകെട്ടുകൾ ഉണ്ടാക്കാതിരിക്കുകയും ചെയ്യേണ്ടത് വളരെ അത്യാവശ്യമാണ്. ശാരീരികമായി ചില ബുദ്ധിമുട്ടുകൾ ഉണ്ടാകുന്നവർക്ക് തീർച്ചയായിട്ടും അത് അധികരിക്കാൻ സാധ്യതയുണ്ട്. നടുവിന് പ്രയാസമുള്ളവർക്ക് നടുവേദന കൂടാൻ സാധ്യതയുണ്ട്. സാമ്പത്തികമായി ഉണ്ടായിരുന്ന ബുദ്ധിമുട്ടുകൾക്കെല്ലാം ഒരു പരിഹാരം കണ്ടെത്താൻ സാധ്യതയുള്ള ദിവസമാണ്. പുണ്യക്ഷേത്രങ്ങൾ ദർശിക്കലാണ് നിങ്ങൾക്ക് ഏറ്റവും അനുകൂലമായൊരു ഒരു സംഭവം. പുണ്യക്ഷേത്രങ്ങളിൽ പോയി പ്രാർത്ഥിക്കുക. അതേപോലെ നാളത്തെ ദിവസത്തെ ചില കാര്യങ്ങൾ നിങ്ങൾ മാറ്റി വയ്ക്കേണ്ടതായിട്ട് ഉണ്ട്. കുട്ടികളുടെ കാര്യത്തിൽ ഒരു തീരുമാനമെടുക്കുമ്പോൾ അവർക്ക് താല്പര്യമുള്ള കാര്യങ്ങൾ തീരുമാനമെടുക്കുക, അല്ലെങ്കിൽ പിന്നീട് നിരാശ ഉണ്ടാകാനായി സാധ്യതയുണ്ട്. കുട്ടികളുടെ വിവാഹ കാര്യത്തിൽ തീരുമാനമെടുക്കാനും സാധ്യത കാണുന്നുണ്ട്. ബന്ധുമിത്രാദികളുമായി സഹകരിച്ച് ഒരുപാട് നല്ല കാര്യങ്ങൾ ചെയ്യുവാനും സാധ്യത കാണുന്നു. സ്വന്തമായി ഗൃഹം വാങ്ങിക്കുന്ന ആൾക്ക് അല്ലെങ്കിൽ വീടുകൾ പണിയാൻ ആഗ്രഹിക്കുന്നവർക്കൊക്കെ നാളെ നല്ല ഒരു അനുകൂലമായ ഒരു ദിവസമാണ്. ഇന്നത്തെ പരിപാടി ഇവിടെ അവസാനിക്കുന്നു. നമുക്ക് ഇനി വീണ്ടും കാണാം. നാളെ ഇതേ സമയത്ത് വീണ്ടും കാണാം. അതുവരെ എല്ലാവരെയും സർവേശ്വരൻ അകമഴിഞ്ഞ് അനുഗ്രഹിക്കട്ടെ എന്ന് പ്രാർത്ഥിച്ചു കൊള്ളുന്നു. നമസ്കാരം.